കെ മുരളീധരൻ എന്തുട്ടുണ്ട്? അവനൊക്കെ എന്ത് നിലനിൽപ്പ്? അവനാരാ? ഞാൻ പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. അവരുടെ കയ്യിലിരിപ്പുണ്ടാണ് ഞാൻ പാർട്ടി മാറി. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയാണ്. ഇന്ത്യ മുന്നണി അവിടെ വരാൻ അതിന് വല്ല നിലനിൽപ്പുണ്ടാ? ജനങ്ങൾക്ക് ഇപ്പോൾ പഴയ പോലെയല്ല, ജനങ്ങൾക്ക് അത്യാവശ്യം വിവരമായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നൊന്ന് ചില്ലാരും മാസല്ലേ മറ്റേ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ആളെ പച്ചവെള്ളം കൂടെ കണ്ടിട്ട് തല്ലിക്കൊന്നത്. കരുവന്നൂർ തട്ടിപ്പ് കേസല്ല, അതുകൊണ്ട് ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി. ഇന്ത്യ മുന്നണി അവിടെ വരാൻ അതിന് വല്ല നിലനിൽപ്പുണ്ടാ? ഈ 10-16 ഗ്രൂപ്പ് കൂടിയിട്ട് ഉണ്ടാക്കിയ സാധനമല്ലേ ഇവിടെ കേരളത്തിലെ. ഈ കേരളം വിട്ട് കഴിഞ്ഞ് ഇവർ ഒന്നല്ലേ, ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടല്ലോ ഇവർ വോട്ട് ചോദിക്കുന്നത്. ഇവർക്ക് ആര് വോട്ട് ചെയ്യാനാ? കരുവന്നൂർ കേസ് ഇത് തന്നെയാണ്. കരുവന്നൂർ നാട്ടുകാരെ പറ്റിച്ച് കൊണ്ടുപോയതല്ലേ CPM-മാർ. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്യും. 25 ദിവസമല്ല, ഒന്നൊന്ന് ചില്ലാരും മാസല്ലേ മറ്റേ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ആളെ പച്ചവെള്ളം കൂടെ കണ്ടിട്ട് തല്ലിക്കൊന്നത്. SFIയുടെയും CPM-ന്റെയും ഗുണ്ടകള് തല്ലിക്കൊന്നത്. കെ മുരളീധരൻ എന്തുട്ടുണ്ട്? അവനൊക്കെ എന്ത് നിലനിൽപ്പ്? അവനാരാ? ഞാൻ പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. അവരുടെ കയ്യിലിരിപ്പുണ്ടാണ് ഞാൻ പാർട്ടി മാറി. സുരേഷ് ഗോപി തന്നെ, അതിലെന്ത് സംശയം? ജനങ്ങൾക്ക് ഇപ്പോൾ പഴയ പോലെയല്ല, ജനങ്ങൾക്ക് അത്യാവശ്യം വിവരമായി തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? അയ്യോ, സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം സുരേഷ് ഗോപി ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെങ്ങനെയാവുക? കേന്ദ്രത്തിൽ എന്തായാലും മോദി സർക്കാർ വരുള്ളൂ എന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ പിന്നെ സുരേഷ് ഗോപി ജയിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ വികസനത്തിന് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. ജയിക്കും 100%. എന്തായാലും ഒരു 1.5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. പറയാൻ കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാവങ്ങളെ രക്ഷിക്കുന്ന കാരണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു. കരുവന്നൂരെ പ്രതിഫലിക്കണം. കരുവന്നൂർ തട്ടിപ്പ് കേസല്ല, അതുകൊണ്ട് ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി. മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും.